ഇതൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇതൊരു 30th ഏപ്രിലാണ്. ട്വിൻസിൻ്റെ ബർത്ത്ഡേ ആണ് നമ്മളുടെ കൂട്ടത്തിലെ ചിന്നു മിന്നു. അപ്പോൾ അവർക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെമ്മനെ അവളുടെ ഓഫീസിൻ്റെ അടുത്തുനിന്ന് പൊക്കി. ഒരു കൊളീഗായിട്ടൊരു ഫുഡ് കഴിക്കുകയായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ പോയിട്ട് ഒരു ഷർട്ടൊക്കെ എടുത്തു. ഷർട്ട് ഇറക്കാമെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അതാ നമ്മുടെ ബർത്ത്ഡേകൾ വരുന്നുണ്ട്. ഒരാൾ ഇവിടെ ഇല്ല, ദുബായിലാണ്. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്ക് നമ്മളിപ്പോൾ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ആക്ടിങ് ആണ് കേട്ടോ, വെറുതെ. എന്നിട്ട് പിന്നെ ആളെ കുറച്ച് ഞങ്ങളെ പോസ്റ്റാക്കി. അത്യാവശ്യം രാത്രി ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ നമ്മൾ കുറച്ച് ടൈം സംസാരിച്ചൊക്കെ നിന്ന്. ഇതാണ് കേട്ടോ തമ്പുരു. ഈ ട്വിൻസിനൊരു ചേട്ടനുണ്ട്, ചേട്ടൻ്റെ മോളാണ്. അപ്പം തമ്പുരുവിനെ ഇടയ്ക്ക് കളിപ്പിച്ചു. അതിനുശേഷം നമ്മളിത് ആ കേക്ക് കട്ടിങ്ങിലേക്ക് കടന്നു. ഇത് ഫസ്റ്റ് നമ്മൾ കൊണ്ടുവന്ന കേക്കാണ് കേട്ടോ കട്ട് ചെയ്തത്. അതെല്ലാവർക്കും കൊടുത്തു. വീഡിയോ കോളിലുള്ളത് അവരുടെ പപ്പയും അതുപോലെ നമ്മുടെ ബർത്ത്ഡേ ട്വിന്നുമാണ്. ആൾ നല്ല സങ്കടത്തിലായിരുന്നു. ആദ്യമായിട്ടാണ് ഇവർ രണ്ടുപേരും ഈ ഒരു 25 വർഷത്തിനിടയിൽ ഒരുമിച്ചല്ലാത്തൊരു ബർത്ത്ഡേ. അപ്പോൾ അതിൻ്റേതായ എല്ലാ വിഷമങ്ങളും ഉണ്ടായിരുന്നു രണ്ടുപേർക്കും. എന്നാലും അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. ഇനി ഒരു കേക്ക് കട്ടിങ് കൂടെ ഉണ്ട്. അത് ഫാമിലി മിന്നുവിന് കൊടുത്ത കേക്ക്. മിന്നുവിൻ്റെ ഒപ്പം മിന്നുവിൻ്റെ അങ്കിളിൻ്റെ മോൻ്റെയും കൂടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയാണ് ആ സെക്കൻഡ് കേക്ക് കട്ട് ചെയ്തത്. ഇത് ചിന്നു സർപ്രൈസായിട്ട് കൊടുത്തൊരു ബ്രേസ്ലെറ്റ് ആയിരുന്നു കേട്ടോ, ഗിഫ്റ്റായിട്ട്. അപ്പോൾ ഇത് മിന്നുവാണ് വാങ്ങിക്കാൻ പോയത് നമ്മുടെ കൂടെ എന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞില്ല എനിക്കാണെന്നൊക്കെ അങ്ങനെ പരാതിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നു. അവനും എന്നെ കുറച്ച് പോസ്റ്റാക്കി. എന്നിട്ട് നമ്മളൊരു കേക്കൊക്കെ വാങ്ങിച്ചു. നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഇപ്പം മനസ്സിലായില്ലേ ഷർട്ട് ആർക്കാണെന്ന്? എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു നെക്സ്റ്റ് ഡേ. ഇത് April 30 ആണെങ്കിൽ May 1 എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സർപ്രൈസായിട്ട് വീട്ടിൽ വന്നതാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.